ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂലൈ മാസം 16-ാം തീയതിയാണ്. ഈ നല്ല ദിവസത്തിൽ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസത്തിൻ്റെ ശുഭ ദിനാശംസകൾ ഞങ്ങൾ നിങ്ങൾക്ക് നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ സംബന്ധിക്കുന്നതായിരിക്കുന്ന, ദൈവത്തിൻ്റെ ഔദാര്യത്തെ സംബന്ധിക്കുന്ന, ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലിയെ സംബന്ധിക്കുന്ന ഒരു മനോഹരമായിരിക്കുന്ന വിവരണമുണ്ട്. രാഹാബ് എന്നതായിരിക്കുന്ന ഒരു വ്യക്തി, രാഹാബ് എന്ന വേശ്യയെക്കുറിച്ചുള്ള വിവരണമാണത്. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും കുറയുന്നില്ല. മനുഷ്യൻ എന്തെല്ലാം സംഭവിച്ചാലും സംഭവിക്കാതിരുന്നാലും ദൈവം വിശ്വസ്തനാണ്. എന്നാൽ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തയെ വെളിപ്പെടുത്തുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. വിശ്വസ്തതയ്ക്കല്ല വ്യത്യാസം വരുന്നത്, വിശ്വസ്തത വെളിപ്പെടുത്തുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് ഗ്രഹിക്കുവാനും അംഗീകരിക്കുവാനും പ്രയാസമുള്ള നടപടികൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. എന്താ ദൈവം അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ നാം ചോദിച്ചു പോകുന്ന സന്ദർഭങ്ങൾ. അതിനൊരു ഉദാഹരണമാണ് രാഹാബിനെ ദൈവം ഒരു വിശ്വാസവീരിയായി എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു വേശ്യയായിരുന്ന രാഹാബിനെ ഒരു വിശ്വാസവീരയാക്കാനായിട്ട് എന്ത് സംഭവിച്ചു? അതിനവളെന്താ ചെയ്തത്? എന്ത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണെന്നൊക്കെ നമുക്ക് ചോദിക്കാം. രാഹാബ് കള്ളം പറഞ്ഞാണ് ഒറ്റുകാരെ രക്ഷപ്പെടുത്തിയത്. യെരിഹോ രാജാവിൻ്റെ ആളുകളോട് വന്ന് ഒറ്റുകാരെ എവിടെ നിന്ന് ചോദിച്ചപ്പോൾ അവൾ വെറും നുണ തന്നെയാണ് പറഞ്ഞത്. അതിന് രാഹാബിനെതിരെ ദൈവം യാതൊരു ശിക്ഷയും എടുത്ത് നൽകിയില്ല അവൾക്ക്. എന്ന് മാത്രമല്ല, രാഹാബ് പറഞ്ഞ കള്ളത്തെക്കുറിച്ച് ദൈവം ഒരു പരാമർശനം ഒരിക്കലും നടത്തിയിട്ടില്ല. മുഴുവൻ ബൈബിളും വായിച്ച് നോക്കിയാൽ ഇവൾ പറഞ്ഞ കള്ളത്തെക്കുറിച്ച് ഒരു വാക്ക് ദൈവം അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതിന് പകരം അവളെയും കുടുംബത്തെയും രക്ഷിക്കുകയാണ് ദൈവം ചെയ്തത്. രാഹാബിൻ്റെ വിശ്വാസത്തെ പ്രശംസിക്കുകയും ചെയ്തു. ആളുകൾ ചോദിക്കാറുണ്ട്, ഇത് തെറ്റല്ലേ, ദൈവം അങ്ങനെ ചെയ്തത് തെറ്റല്ലേ? രാഹാബ് പറഞ്ഞത് കള്ളമല്ലെന്ന് ദൈവം ഒരിക്കലും പറഞ്ഞില്ല. അങ്ങനെ ദൈവം അതേക്കുറിച്ചൊരു പരാമർശം നടത്തിയില്ല. രാഹാബ് പറഞ്ഞ കള്ളം തന്നെയാണ്. ആ കള്ളത്തിന് വേണ്ടിയല്ല ദൈവം അവളെ രക്ഷിച്ചത്, അവളുടെ വിശ്വാസത്തെ മാനിച്ചാണ്. എന്തുകൊണ്ടാണ് അവൾ കള്ളം പറഞ്ഞത്? ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ച് കേട്ടതൊക്കെയും അവൾ വിശ്വസിച്ചതുകൊണ്ടാണ് കളവ് പറഞ്ഞത്. അവളത് വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ ഒറ്റുകാരെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ്. അതുകൊണ്ട് ഈ ഐക്യപ്പെട്ടതായിരിക്കുന്ന ഒറ്റുകാരെ അവൾ സംരക്ഷിച്ചു, കളവ് പറഞ്ഞു. ദൈവം നമ്മുടെ അറിവില്ലായ്മയുടെ കാലത്തെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണെന്ന് വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങനെ അല്ലെന്ന് വന്നാൽ നമ്മുടെ നിലനിൽപ്പ് വരെ അസാധ്യമാകും. ദൈവത്തിൻ്റെ വിശ്വസ്തത മനുഷ്യൻ്റെ അയോഗ്യതകളാൽ റദ്ദാക്കപ്പെടുന്നില്ല. ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ അവിശ്വസ്തതയാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത റദ്ദാക്കപ്പെടുകയില്ല. ദൈവം വിശ്വസ്തനാണ്. രാഹാബിനോട് ഒറ്റുകാർ പറഞ്ഞ വാക്ക് ദൈവം മാനിച്ചു. രാഹാബിനോട് ഒറ്റുകാർ എന്താ പറഞ്ഞത്? നിൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ആ ജനലിൻ്റെ അഴിയിൽ ഒരു ചുവന്ന നാട് കെട്ടണമെന്ന് പറഞ്ഞു. അത് അവളെ ഏൽപ്പിച്ചു. അവൾ അതുപോലെ ചെയ്തു. ആ വാതിൽ തന്നെ, ആ ചുവരിൻ്റെ അടുത്ത് തന്നെ അവർ നിന്നു. യെരിഹോവിൻ്റെ മതിലിടിഞ്ഞു വീണപ്പോൾ നേരെ ആളുകളെ കടന്നു ചെന്ന് അകത്തുള്ള എല്ലാവരെയും സംഹരിച്ചു കഴിഞ്ഞപ്പോൾ ഈ രാഹാബിൻ്റെ കുടുംബം മുഴുവനും അവിടെ നിൽപ്പുണ്ട്. അവളുടെ വീട്ടിൽ ഒറ്റുകാരായി പോയതായിരിക്കുന്ന ആളുകളെയാണ് യോശുവ അങ്ങോട്ട് അയച്ചത്. നിങ്ങൾ ചെന്ന് നിങ്ങൾ അന്ന് കണ്ട രാഹാബിനെയും വീട്ടുകാരെയും സുരക്ഷിതമായി ഇറക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ദൈവത്തെ മാനിച്ച ഒരാളെയും ദൈവം അനുഗ്രഹിക്കാതെ ഇരുന്നിട്ടില്ല, ഇനിയും അനുഗ്രഹിക്കാതെ ഇരിക്കുകയുമില്ല. നമ്മുടെ അവിശ്വസ്തതകളെ ദൈവം ഒരിക്കലും നീതീകരിക്കുകയില്ല എൻ്റെ പ്രിയമുള്ളവരെ. എന്നാൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കുന്ന തെറ്റുകളെ ദൈവം ചിലപ്പോൾ കണ്ടില്ലെന്ന് നടിക്കും. അത് ദൈവത്തിൻ്റെ ഔദാര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ നമ്മുടെ എല്ലാ അവിശ്വസ്തതയ്ക്ക് നേരെയും ദൈവം അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ പാപങ്ങൾക്ക് നേരെ ദൈവം ഒരിക്കലും കണ്ണടയ്ക്കുകയില്ല. എന്നാൽ നമ്മുടെ അറിവില്ലായ്മയ്ക്ക് നേരെ അവൻ കണ്ണടച്ചെന്ന് വരും. ഞാൻ വിചാരിക്കുന്നു, രാഹാബിൻ്റെ അറിവില്ലായ്മ, 10 കൽപ്പനയൊന്നും അവൾക്ക് കിട്ടിയിരുന്നില്ല. അവളെ ഉൽപ്പത്തി പുസ്തകവും പുറപ്പാട് പുസ്തകവും ഒന്നും വായിച്ച് ധ്യാനിച്ചിരുന്നില്ല. അവളൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ.
യഹൂദന്മാരുടെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ സർവശക്തനാണ്, അത്രേ അവൾ കേട്ടുള്ളൂ. അവൾ അതുകൊണ്ട് അവൾക്ക് കിട്ടിയതായിരിക്കുന്ന അറിവിനനുസരിച്ച് അവൾ പ്രവർത്തിച്ചു. ദൈവം അവളെ മാനിച്ചു, അവളെ രക്ഷിച്ചു. ഇന്നും ആ ചോദ്യം അതാണ്, നമ്മുടെ അറിവിനനുസരിച്ചാണോ നാം പ്രവർത്തിക്കുന്നത്? സത്യം അറിഞ്ഞിട്ട് സത്യമായി പ്രവർത്തിക്കാത്തവർ, ഒരു കാര്യം വ്യാജമാണെന്നറിഞ്ഞിട്ട് ആ വ്യാജത്തെ അംഗീകരിക്കുന്നവർ, ഒരു കാര്യം തെറ്റാണെന്നറിഞ്ഞിട്ട് തെറ്റ് ചെയ്യുന്നവർ, ദൈവം അത് അംഗീകരിക്കുകയില്ല. നമ്മുടെ അറിവുകേടുകളെ ദൈവം ചിലപ്പോൾ ക്ഷമിക്കും, പക്ഷേ നമ്മുടെ അനുസരണക്കേടിനെ ദൈവം ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് രാഹാവിനെ ദൈവം രക്ഷിച്ചത് അവളുടെ അനുസരണക്കേട് നിമിത്തമല്ല, അവളുടെ പരിമിതമായിരിക്കുന്ന അറിവിൽ അവൾ യഹോവയിൽ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ തെളിവായിട്ട് അവൾ ഒറ്റുകാരെ സംരക്ഷിച്ചു. ദൈവം അത് അവൾക്ക് നീതിയായിട്ട് കണക്കിട്ടു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമല്ല ദൈവം നോക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. ഈസ് ഇറ്റ് ട്രൂ ഫെയ്ത്ത്? ഡീപ്പ് ഫെയ്ത്ത് ആണെന്നല്ല, ട്രൂ ഫെയ്ത്ത് ആണെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം യാഥാർത്ഥ്യമെങ്കിൽ ദൈവം ആ വിശ്വാസത്തെ മാനിക്കുകയും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യും. രാഹാവിനെ രക്ഷിച്ച ദൈവം ഇന്നും നമ്മുടെ ദൈവമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.